ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിയോട് ക്രൂരത കാണിച്ച ആയമാർ ക്രൂരത കാണിച്ച സംഭവത്തിൽ ഇപ്പോൾ യുവമോർച്ചയുടെ മാർച്ച് നടക്കുകയാണ്. സംസ്ഥാനത്ത് പ്രവർത്തകരും പോലീസും തമ്മിൽ കയർക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. യുവമോർച്ച മാർച്ചിൽ സംഘർഷമുണ്ടാകുന്നു. പ്രവർത്തകർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട് മനസ്സിലാക്കുന്നത്. കിടന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് യുവമോർച്ച പ്രവർത്തകർ. സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടാണ് യുവമോർച്ച പ്രവർത്തകരുടെ മാർച്ച് ഇപ്പോൾ തലസ്ഥാനത്ത് നടക്കുന്നത്. കുറെ സംഘർഷം ഉണ്ടായതിന് പിന്നാലെ PS ഹരികൃഷ്ണയുടെ വിവരങ്ങൾ നൽകാനായിട്ട്. ഹരി, പ്രവർത്തകരെ പൂർണ്ണമായും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ? പിന്തിരിയാൻ തയ്യാറായിട്ടില്ല. എന്താണ് സംഭവിക്കുന്നത്? ശിശുക്ഷേമ സമിതി ഓഫീസിലേക്കാണ് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. പ്രവർത്തകരെ പോലീസ് അനുനയിപ്പിച്ചു വിടാനുള്ള ശ്രമം ആദ്യം നടത്തി. പക്ഷേ മുദ്രാവാക്യം വിളികളുമായി ശിശുക്ഷേമ സമിതിയുടെ ഓഫീസിന് ഉള്ളിലേക്ക് കയറാനാണ് പ്രവർത്തകർ ശ്രമിച്ചത്. ഇപ്പോൾ പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ശിശുക്ഷേമ സമിതിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. 2.5 വയസ്സുകാരിക്കെതിരെ ഉണ്ടായ അതിക്രമവുമായി ബന്ധപ്പെട്ടായിരുന്നു, ആയമാർ നടത്തിയ അതിക്രമവുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിൽ പ്രതിഷേധിച്ചായിരുന്നു യുവമോർച്ച മാർച്ച് നടത്തി. ഇന്നലെ തന്നെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ശിശുക്ഷേമ സമിതി പിരിച്ചുവിടണമെന്നുള്ള ആവശ്യങ്ങൾ പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് യുവമോർച്ചയുടെ മാർച്ച് നടക്കുന്നത്. അല്പസമയം മുമ്പാണ് മാർച്ച് ശിശുക്ഷേമ സമിതി ഓഫീസിന് മുൻവശത്തേക്ക് എത്തിയത്. അവിടെ നിന്ന് പോലീസ് അവരെ ബാരിക്കേഡുകൾ ഉപയോഗിച്ച് അകത്തേക്ക് കടക്കാനുള്ള ശ്രമം തടയുകയായിരുന്നു. പക്ഷേ ബാരിക്കേഡ് മറികടന്ന് അകത്ത് കയറാനുള്ള ശ്രമം നടന്നപ്പോഴാണ് പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. ഇപ്പോഴും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം തുടരുകയാണ്. ശരി, ഹരിയാണ് വിവരങ്ങൾ നൽകുന്നത്. പൂജ, നാണമില്ലേ സർക്കാർ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മുദ്രാവാക്യം ഉയർത്തുന്നത്. അതേസമയം മുണ്ടെടുത്ത് പ്രതിഷേധിക്കുന്ന ചേട്ടൻ പുള്ളി പറയുന്ന വിമർശനം ഉന്നയിക്കുന്നത് ശിശുക്ഷേമ സമിതിക്കും സർക്കാരിനുമെതിരെയാണ്. പുള്ളിയുടെ മുണ്ടൊക്കെ കയറിപ്പോയൊന്നും പുള്ളി കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ആ സമയത്ത് സമരത്തിനിടെ ആയതുകൊണ്ടായിരിക്കാം.